ഇവിടെ മുമ്പ് വാപ്പയെ നോക്കാത്ത മക്കൾക്ക് വാപ്പ ഒരു പണി കൊടുത്തിരുന്നു. അതിൽ നിന്നും പാഠം പഠിക്കാത്ത മക്കൾക്ക് ഉമ്മ എടുത്തു വെച്ചത് കാണാം. കുന്നാനം കുന്നിന്മേൽ പോരാടി മണ്ണന്മേൽ പോരാടിരങ്കേളി കുടി വെച്ചു. കുന്നാനം കുന്നിന്മേൽ പോരാടിരങ്കേളി കുടി വെച്ചു. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അള്ളാന്റെ റബ്ബേ, ഇത് ആരാപ്പത്? ഇതിവിടെ കളിയാൻ ചെയ്യാ. അല്ല, അളിയനോട് എന്തെങ്കിലും വരാൻ പറഞ്ഞയച്ചെന്ന് അളിയന് ഒഴിവില്ലായിട്ട് എന്നെ പറഞ്ഞയച്ചതാണ്. എനിക്ക് ചെക്കതായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാണ്ടോ? അല്ലെങ്കിൽ നിന്റെ മോൻ മില്ലിക്കുട്ടി അവിടെ ഓ മംഗലാപുരം പോയിക്കണ്. ഏതാനും കാര്യം ഇരിക്ക്. ആയിക്കോട്ടെ. മോനൊന്നിപ്പോ ഉമ്മാനെ കാണാനുള്ള ഒഴിവുണ്ടാവൂല. ഓ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാണ്ട് ചെല്ലാൻ പറഞ്ഞയച്ചതാണ് എന്നോട്. ഏതായാലും എന്നോട് പറയാ, മോനെ കണ്ടിട്ടൊന്നും ഏതിൽ പറയാൻ പറ്റൂല. നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞോളി, അത് ഞാൻ എന്ത് കാര്യങ്ങളാണ് ചെയ്തുതരാം. ഏതായാലും എന്നോട് കാര്യങ്ങളൊക്കെ പറയാ. എന്റെ കുറച്ച് മീനുകളുള്ളത് ഒക്കെ പറഞ്ഞ ഞാൻ ഇപ്പൊ അറിയണ്ടെന്ന് കരുതേ ഞാൻ എല്ലാം കൂടെ തൂക്കലാക്കിയിട്ട് തെക്കേ പറമ്പിലെ ഈതൊരു ചൂട്ടുണ്ട് കുഴിച്ചിട്ടിട്ട് എന്റെ കാലമൊക്കെ കഴിയാനായിക്കുന്ന ഞാൻ മനസ്സിന്റെ ശേഷം 21 കഴിഞ്ഞ് ഓനോടാവും വന്ന് എടുക്കാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ബാപ്പാന്റെ സമ്പാദ്യം കൊടുത്തത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഒളിയൻ വരുന്ന് എനിക്ക് തോന്നണില്ലട്ടാ. പോയിട്ടോ അത് നിങ്ങള് ഓന്റെ ആൻഡ്രോന് കൊടുത്താടേ, ഓൻ വരുന്ന് എനിക്ക് തോന്നണില്ല. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഇത് പോകുമ്പോ ഓനെ കണ്ടാ ഒന്നും കൊണ്ട് വരാൻ പാടിപ്പാ. ഞാൻ പോട്ടട്ടാ, ഞാൻ അവനെ കണ്ടു പറഞ്ഞോളട്ടാ. ഓനെ കണ്ടു പറയട്ടാ. ആയിക്കോട്ടെ. പാപ്പാന്റെ മാതിരി എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും കള്ള. പണ്ട് പത്തായത്തില് തൂറിങ്ങാണ്ട് പാത്ത ചാളാണ് കണ്ട. അതിപ്പോ ആരാച്ച എടുത്തോട്ടെ, ഞമ്മക്ക് ദിക്കറും വേണ്ട പത്തിരിയും വേണ്ട, ആരാച്ച മാണം കണ്ട് എടുത്തോട്ടെ. ഹലോ അളിയ, സുഖാണ്. നിങ്ങൾ എവിടുന്ന വരുന്നേ? ഞാൻ താഴത്തെ കൊണ്ടിലേറ്റം പോയിരുന്നേ. നിങ്ങൾ എവിടുക്കാ? ഞാൻ അങ്ങനെ വെറുതെ കണ്ട് കീപ്പിട്ട് ഇറങ്ങിയതാ. നിങ്ങളെ കാണാൻ വേണ്ടി നിക്കായിരുന്നു ഞാന്. എന്തപ്പത്? ആലയന് അംസക്കുട്ടിയില്ലേ, അംസക്കുട്ടിയുടെ അമ്മ ഒന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞു. ആളിയന് ഓരോന്നായിട്ട് കിടപ്പിലാണ്. എന്തിനാവല്ലേ? ഞങ്ങളൊന്ന് പോയിക്കോളി. ആയിക്കോട്ടെ, ഞാൻ ഏതായാലും പോണ വഴിയല്ലേ, ഞാൻ ഒന്ന് കേറിക്കോളാം. എന്നാ ആയിക്കോട്ടെ. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യട്ടാ. ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ ഓക്കെ ശരി. അവിടെ കേറാൻ മറക്കണ്ടട്ടാ. ഇല്ല, മറക്കൂല. എന്തമ്മാ, എന്തൊക്കെ ഉണ്ട് വർത്താനോ? ഈ ജോക്കറേ ഇന്നങ്ങക്ക് അറിയില്ലേ? ഞാൻ അംസക്കുട്ടി അളിയാനല്ലേ. എന്റെ പറ്റി പോന്നേ. നിങ്ങൾ ആളിയനോട് ഇവിടെ ഒന്ന് വരാൻ പറഞ്ഞയച്ചിരുന്ന. അപ്പൊ ഓന് സുഖമില്ല. അപ്പൊ ഞാൻ ഇന്നോൻ പറഞ്ഞയച്ചാണ്. എന്തേ പോവാന് പറ്റി? അളിയന് തീരെ സുഖമില്ല, ഊരവേദനായിട്ട്. ഓനെന്താ കൊടുക്കാണ്ട് പറഞ്ഞപ്പോ ഓന് വെജായിട്ട് ഒന്നെ പറഞ്ഞയച്ചതാണ്. എന്ത് പറഞ്ഞാലും മക്കൾക്ക് ആർക്കും ഉമ്മാനെ കാണാൻ നേരല്ല. എന്തായാലും അളിയന്മാരെ കൊണ്ട് തരണം. അതിന് കുറച്ച് കുറച്ച് അളിയന്മാരുണ്ട്. ഓന്റെ ഏട്ടന് പഠിപ്പ് തന്നെ അളിയനെ കൊണ്ട് തന്നു. ഏതായാലും പറയേണ്ട കാര്യം പറഞ്ഞോണ്ട് പറയാ. അല്ലാപ്പൊ നീ പറഞ്ഞ ചെയ്യാ. എനിക്കിപ്പോ ഒറ്റ വെജാതായി തുടങ്ങി. അല്ല, നിങ്ങൾ പണ്ട് ബാപ്പ ചെയ്ത അതിലേറ്റ ചെയ്ത് വെച്ചിക്കണ? ബാപ്പിനൊന്നും വലിയ രോഗിയൊന്നുമില്ല. ബാപ്പ ചെയ്തൊന്നും എനിക്കറിയില്ല. ഏതായാലും അത് അളിയാന് വേണ്ടി വരൂല, എനിക്കും വേണ്ട. നിങ്ങൾ അത് ചെറിയ മോനാണ്ട് കൊടുത്താളി. എന്തൊക്കെ വേണമെങ്കിൽ വേണ്ട, ഞാൻ ഓനെ കൊടുത്തോളാം. പോയിക്കോ, ഞാൻ ഓനോട് നിന്നാ പറയാം. ആയിക്കോട്ടെ. പിന്നെ അങ്ങനെ ചെയ്താളി. എന്നാ ഞാൻ പോവാണ്. നജ്ജു പോയിക്കോ, ഞാൻ അങ്ങനെ ചെയ്തോളാം. ആയിക്കോട്ടെ. പണ്ട് ബാപ്പ ചെയ്ത മാതിരി ചെയ്യാനുള്ള പരിപാടിയാണ്. തൽക്കാലം ഞങ്ങൾ രണ്ടാളിന് കിട്ടൂല.
ഉമ്മ അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇത് ആരാപ്പതേ? എന്താ വർത്താനൊക്കെ? ഇതിന് കാണിക്കാറില്ലേ? ഇതൊരു വിജയം വന്നേക്കണം. നിങ്ങൾ പിന്നോട് എന്തിനു വരാൻ പറഞ്ഞ ഉമ്മ? ഔ മക്കളോടൊക്കെ വരാൻ പറഞ്ഞിട്ട് വിജയം ഒന്നും വന്നല്ല. ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരാതിരിക്കുമ്മ. ഞങ്ങളെ മോനല്ലേ. ഇത് എന്നെ വന്നെന്ന് എനിക്ക് ഇഷ്ടമുള്ളതല്ല. എന്നോട് വരാൻ പറഞ്ഞതാ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. അതെന്താ ഉമ്മ? അതുണ്ടോടാ. അതൊക്കെ ഉണ്ടോടാ. ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. എന്താണ് പറയുള്ളത്? ഇന്ത്യക്കുള്ള കുറച്ച് സ്വർണം സമ്പാദ്യമൊക്കെ പാടെ ആ തൂക്കതാക്കി. അത് വിട്ടാടാ. അത് എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അത് മുക്കിന്റെയാണ്. ഞാൻ പറഞ്ഞൊക്കെ പാടെ ഒരു ബന്ധൂക്കിലാക്കി നമ്മളെ തെക്കേതോട് ഇന്ത്യതൊക്കെ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യ അതാണ് ഇവിടെ കയ്യാറായിക്കണത്. ഞാൻ മരിച്ച് 21 ദിവസമായിട്ട് എന്റെ കുട്ടി അത് പോയി മാന്തി ഇട്ടോളൂ. 21 ദിവസമായിട്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രാത്രി 12 മണിക്ക് ഇത് ഒറ്റക്ക് പോയിട്ട് മാന്തി എടുക്കണം. അതെന്താ? അതൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറയണ മാതിരി ചെയ്താൽ മതി. അപ്പൊ കാക്കാനോട് നിങ്ങൾ പറഞ്ഞില്ലത്? കാക്കാർക്കൊന്നും വേണ്ട. ഇത് ഒറ്റക്ക് എടുത്താ നിങ്ങൾക്ക് ഒറ്റ കിടക്കുക. അതിപ്പോ പണ്ട് ബാപ്പ ചെയ്ത പോലെയുള്ള പരിപാടിക്കാകും. അതാണ് ഇപ്പൊ കാക്കാര് ഒഴിഞ്ഞിട്ടുണ്ടായ. അത് എനിക്ക് വേണ്ട. അത് പള്ളിക്കത്തെ മോരേൽക്കാണ്ട് കൊടുത്താളെ. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എന്താ കാട്ടുക? നീ മുതൽക്കാട് കൊടുക്കാൻ മോരേല് നിങ്ങൾക്ക് വേണ്ടിട്ട് ദ്വാരണം ചെയ്തോളൂ. ഞാൻ പറഞ്ഞ മാതൊക്കെ മോതലാണ് കേൾപ്പിച്ച. അതിനിപ്പോ മോതലിപ്പോ എവിടെ ഉണ്ടാകാ? മോരേരൊക്കെ അവിടെ ഉണ്ടാകും. ഞാൻ ചെന്ന് പറഞ്ഞോളാം. ഞാൻ പോയി പറയേ. ഉമ്മ എന്നാ ഞാനും പോട്ടെ. നമ്മ കുട്ടി പോയിക്കോളെ. എവിടുക്കാ? ഞാൻ പോയിട്ടമ്മ. ഇനിയിപ്പോ മോരേര് ഏറ്റെടുക്കുമെന്നാവും. അല്ല പിന്നെ മോരേർക്ക് ആക്ര കൂടുതലല്ലേ, മൂപ്പരാളെ ഏറ്റെടുത്തു. അങ്ങനെ അതൊക്കെ പറഞ്ഞാൽ മക്കളെ മാതാൻ വരും. നിന്റെ മക്കളല്ലേ? മോരേരാണല്ലോ പോട്ടെ. മോരേര 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 അവിടെ നിക്കി. നിങ്ങളെ തെരഞ്ഞിട്ടല്ലോ ഞാൻ വന്നിട്ട്. നിങ്ങളെ തെരഞ്ഞിട്ടല്ലോ. നിങ്ങളൊരു കാര്യം പറയാണ്ട്. എന്താണ് മനെ അന്റെ പേര് വേണ്ടിട്ട് മനസ്സിൽ പേടിച്ചു പോയി. ഞാൻ നിങ്ങളെ തെരഞ്ഞു വരാളോ. നിങ്ങൾ എന്തിനാ മണ്ടിന് തന്നെ? അതെന്തിപ്പത്? ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കായിരുന്നു. കണ്ടപ്പോ ഓടി വന്നാണ്. ഓ അതിന്റെ വരവ് കണ്ടിട്ട് മനസ്സിൽ പേടിച്ചു പോയി. എന്തിപ്പത് കാര്യം? അതൊക്കെ പറയാണ്ട്. ഇമ്മ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിപ്പോ എന്താ മനെ? ഉമ്മാന്റെ കുറച്ച് ആഭരണങ്ങളും സാധനങ്ങളും ഒക്കെ കൂടി തൂക്കിലാക്കിയിട്ട് നമ്മളെ തെക്കേ കണ്ടെത്തി ഈന്തിന്റെ ചോട്ടെ കുഴിച്ചിട്ടിക്കണെന്നാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മ മരിച്ചിന്റെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി 12 മണിന്റെ ശേഷം നിങ്ങളോട് അത് മാന്തി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളമ്മാന്റെ ആഭരണങ്ങളും സാധനങ്ങളും കൂടി തൂക്കിലാക്കിയിട്ട് ഈന്തിന്റെ ചോട്ട് കുഴിച്ചിട്ടുണ്ട് അല്ലേ? തെക്കേ കണ്ടത്തിൽ. അതെ അതെ. അത് ഞാൻ മാന്തിയിരിക്കണം. എപ്പോ? രാത്രി 12 മണി കഴിഞ്ഞിട്ട് അല്ലേ? അത് മുഴുവൻ നിങ്ങൾക്കുള്ള തന്നെയാണ്. നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലൂട്ടിയെ അത് ഏട്ടന്മാരോടൊന്നും ഈ വിവരം പറഞ്ഞിട്ടില്ലേ? ഏട്ടന്മാർക്കൊന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കണത്. ഏട്ടന്മാർ മോരിയേക്കാട് കൊടുത്താളിന്നാ പറഞ്ഞത്. അത് ശരി. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടി തീരുമാനിച്ചിട്ട് മോലിയരോട് എടുക്കാൻ പറഞ്ഞതാണ്? ഞങ്ങളെല്ലാരും കൂടി തീരുമാനിച്ച് മോരിയരോട് എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇമ്മ മരിച്ചപ്പോ ഇമ്മാന്റെ സമ്പാദ്യം മൂല്യരെ ഏൽപ്പിച്ചാൽ വന്നതാ. മക്കളൊക്കെ കൂടി പണ്ട് ബാപ്പാന്റെ സമ്പാദ്യം കിട്ടിയത് നല്ല ഓർമ്മ. അത് മനെ തൽക്കാലം മൂല്യർക്ക് മാണ്ട. മൂല്യർക്ക് പണ്ട് നിങ്ങളെ ബാപ്പാന്റെ സമ്പാദ്യം കിട്ടിയത് തന്നെ അത്യാവശ്യം ഉണ്ട്. അതിന്റെ മണ ഇപ്പോഴും പോയിട്ടില്ല. ഇത് ഉമ്മാന്റെതല്ലേ? ഉമ്മാന്റെ ആയാലും വേണ്ടിയില്ല, ബാപ്പാന്റെ ആയാലും വേണ്ടിയില്ല, വല്ലിപ്പാന്റെ ആയാലും വേണ്ടിയില്ല. മൂല്യർക്ക് തൽക്കാലം അത് മാണ്ട. അസ്സലാമലൈക്കും. മൂല്യർ പോവാണ്. അല്ല മോരേര് അവിടെ നിക്കി. അത് ഉമ്മ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ്. ഉമ്മ പറഞ്ഞാലും വേണ്ടിയില്ല, ബാപ്പ പറഞ്ഞാലും വേണ്ടിയില്ല, മൂല്യർക്ക് മാണ്ടാന്നല്ല പറഞ്ഞത്. അളിയന്റെ അമ്മ മരിച്ചിട്ട് ഇന്നേക്ക് 21 ദിവസമായല്ലോ. തൂക്കിലാക്കിയിട്ട് എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അളിയന്റെ ഇമ്മ മരിച്ച 21 ദിവസമാണല്ലോ. എന്തോ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ.
അളിയന് വേണ്ടാന്ന് പറഞ്ഞതാണ്. ഇന്നാലും വലിച്ചതുണ്ടെങ്കിലോ? മാന്തെടുക്കാൻ പറഞ്ഞ ദിവസം ഇപ്പൊ എന്നാണ്? നമുക്കത് വേണ്ടാന്ന് പറഞ്ഞതാണ്. എന്നാലും ഇപ്പൊ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഉമ്മ ബാപ്പാന്റെ മാതിരി ആകൂല. മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തൂക്കിൽ കുഴിച്ചിട്ടിട്ടുണ്ടാവും. ഏട്ടന്മാര് ഏതായാലും വരവുണ്ടാവില്ല. അളിയന്മാരാണ് അയച്ചിട്ടുള്ളത്. ഓല വഴിക്ക് വരവുണ്ടാവില്ല. ഒന്നും നോക്കണ്ട. അന്ന് രാത്രി 12 മണിക്ക് പോയിട്ട് അതാണ്ട് മാന്ത് തന്നെ. എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഇന്ന് രാത്രി പോയി മാന്തി നോക്കിയാലോ? ചിലപ്പോ എന്തെങ്കിലും ഉണ്ടായിക്കൂടായില്ല. ആരും ഇപ്പൊ അറിയാൻ പോണില്ലല്ലോ. ബാക്കി രാത്രി 12 മണിക്ക്. ഏതായാലും ബാപ്പാന്റെ മാർക്ക് കാട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇന്ന് രാത്രി ഒന്നാണ്ട് പോയി നോക്കണം. ഹംസക്കുട്ടി അളിയനാണല്ലോ വരേണ്ടത്. ഓൻ ഇത് മാണ്ടാന്ന് പറഞ്ഞാണല്ലോ. ഓനും മാന്താൻ വരേനേന്. ഞാൻ ഇവിടെ മാറിയിരിക്കട്ടെ. അളിയന്റെ അളിയ എന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? നിങ്ങള് അളിയന്റെ അമ്മ പറഞ്ഞത് മാന്താൻ വന്നതല്ലേ? ഞാൻ അതിന് വന്നത് തന്നെയാണ്. ജിന്നോ? ഞാൻ ജീവനത്തോടെ തരെ ജിന്നിനെ കണ്ടിട്ടില്ല. അത് ജിന്നല്ലട്ടാ, അത് മൂലേരാണ്. മൂലേര മാന്താൻ വന്നാണ്. മാന്തിക്കോട്ടെ. മാന്തിക്കോട്ടെ. തെക്കേ പറമ്പിലെ ഇതിന്റെ ചോട്ടനാവും പറഞ്ഞിട്ടുണ്ടാകുക. ഇതിലൊന്ന് കുഴിച്ചു നോക്കുക. അതില്ലല്ലോ. ബിസ്മില്ലാ. നമ്മളൊരു കാര്യം ചെയ്യാം. അയാള് കുറച്ച് മാന്തട്ടെ, നമ്മൾ കുറച്ച് ഇരിക്കും. അത് തർക്കടില്ല. നമ്മൾ ഇവിടെ ഇരിക്കാം. തലസ്ഥാനത്താണ്. അടിവസ്ത്രം പതിവില്ലല്ലേ? അത് പണ്ടേ പതിവില്ല. അത് പതിവാക്കണം. പതിവാക്കണട്ടാ. ഏതാ ചെറുക്കന്മാരവിടെ ഉണ്ടല്ലോ? ആരപ്പത്? ചെല്ലോ. നമ്മളെ കണ്ടു. എവിടെ തന്നെ? എടാ നമ്മൾ ഇങ്ങോട്ട് പോവുക. പോവാ. അതാ എന്റെ കൈക്കോട്ട്. അയാളെ മാറണേ, നമ്മളോട് പോവാ. പോവാ. ചൊറിഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല. അയാളെ വിടാൻ പറ്റൂല. അയാളെ വിട്ടില്ല. മാറണ്ട എത്ര നിങ്ങൾക്ക് ഇവിടെ പണി? നിങ്ങൾ ഏതാ നമുക്ക് നിങ്ങളെ
ഹംസക്കുട്ടിന്റെ മിതിയും കുട്ടിന്റെ ഇമ്മ ഇവിടെ ഒരു സാധനം കുഴിച്ചിട്ടിട്ടുണ്ട്. അത് മോലിയാരോട് എടുക്കാൻ പറഞ്ഞതാ. ഞാൻ അതിന് വന്നാണല്ല. നിങ്ങൾ എന്തിനു വന്നതാ? അത് മോലിയാരോടെല്ലാം എടുക്കാൻ പറഞ്ഞു, ഞങ്ങളോടാണ്. അപ്പൊ മോലിയർ തന്റെ നിങ്ങളെല്ലാം മാണ്ടാന്ന് പറഞ്ഞിരിക്കണേ, നിങ്ങൾ പിന്നെ എങ്ങനെ മാന്താൻ വന്നിക്കണേ? അത് പണ്ട് ബാപ്പാന്റെ സമ്പാദ്യത്തിന്റെ മാതിരി ആവുമെന്ന് വിചാരിച്ചിട്ട് മോലിയാര് വേണ്ടാന്ന് പറഞ്ഞതാ. പിന്നെ മോലിയാർക്ക് ഒരു തോന്നലുണ്ടായി, ഇവിടെ അതിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്, നിങ്ങൾ പോയി എടുത്തോളീന്ന്. എന്നിട്ട് നിങ്ങൾ പിന്നെ എന്തിനു വന്നതാ? മോലിയരെ മാന്താൻ വരുന്നു ഞങ്ങളും തോന്നിച്ച്. അപ്പൊ ഞങ്ങള് വന്നതാണ്. നമ്മളൊരു കാര്യം ചെയ്താലോ? നമ്മൾ ഇത് മാന്തിക്കാണ്ട് 3 ആളും കൂടിയാണ് വീതിച്ചെടുക്കുക. ഒരാൾ അറിയുന്നില്ല, എന്തെങ്കിലും കാണാതിരിക്കൂല. ഇത് ഏറ്റവും നല്ലത് അതാണ്. എന്തായാലും ആരും അറിയില്ലല്ലോ. നമ്മളാണ് ഈ കള്ളന്മാരൊക്കെ പ്രത്യേകമല്ലോ. മോലേരുണ്ട്, ഏട്ടന്മാര് അടയന്മാരുണ്ട്. ഇവര് ഒത്ത പരിപാടിയാണ്. ഇതങ്ങനെ വിടാൻ പറ്റൂലല്ലോ. പഠിച്ചോനെ ഉണക്കച്ചുള്ളിയൊക്കെ വരണേ. എന്താണ് ഇവിടെ? എന്താണ് നിങ്ങൾക്ക് പരിപാടി ഇവിടെ? എന്റെ അമ്മാന്റെ മുതൽ നിങ്ങൾക്ക് മാണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ മാന്താൻ വന്നിക്കണേ? അപ്പൊ കുട്ടിയെ നമ്മളൊക്കെ ഇത് മാണ്ടാന്ന് വെച്ചതല്ലേ? നമ്മളെല്ലാരും കൂടിയാണ് മാന്തഞ്ഞ്. അത് എന്നാ തരക്കടിക്ക, എല്ലാരും കൂടിയാണ് മാന്തുക. അതന്നെ ഞങ്ങളും പറഞ്ഞത്. നിങ്ങൾ എവിടെയാ മാന്തണേ? അത് ഇവിടെ തന്നെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഈ തന്നെ ഉള്ളല്ലോ മനെ, ഇതിന്റെ ചോട്ടന്നെ ആവും. ഞങ്ങൾ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, മാന്തി ഒക്കെ നമുക്ക് കിട്ടും. നോക്കി ഇതാ തൂക്ക് പാപ്പാന്റെ മാതിരി കേട്ടിട്ടില്ല. ഇതില് മുതലുണ്ട്, ഇത്താക്കി നമ്മള് കുടുങ്ങൂല. പൊട്ടിച്ചോക്ക അല്ല, പിടിച്ച് പൊട്ടിക്കണ്ട, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പൊട്ടിക്കാം. അതല്ലത്. അതല്ലേ അങ്ങനെ നമ്മള് പെരീക്ക്. ഇത് മക്കളെ മുഴുവൻ സ്വർണം തന്നെ തോന്നുന്നിട്ടാ. നല്ല കിൽക്കണ്ട്. അതൊക്കെ നമുക്ക് തീരുമാനിച്ചങ്ങളാണ് നടന്നൂടി. നിങ്ങൾ മുങ്ങല്ലിട്ടോ? ഏതായാലും തള്ളിടല്ലേ. ഇല്ല ടോർച്ചൊന്ന് നീട്ടി അടിച്ചാണി മോലേരാ. അടിക്കണ്ട്, നടുവുണ്ട്. മോലേരെ ആ തൂക്ക് പൊട്ടിച്ചല്ലിട്ടാ. നിങ്ങളെ നോക്കി നടക്കിട്ടാ. ഇതെത്താണ് ഈ ടോർച്ച്. എത്ര ടോർച്ചാണ് നടന്നൂടെ? ശരിക്കും അടിക്കാനാല് അന്റെ കരിനാക്കി ടോർച്ച് കത്തുന്നില്ല. എന്താ പറ്റി? എന്താ കാട്ടണേ? ഇപ്പൊ എന്താ കാട്ടെ? നിങ്ങളൊക്കെ ആരെങ്കിലും ടോർച്ച് ചെയ്യല്ലോ? എന്തെങ്കിലും ചെയ്യല്ലോ? ഇപ്പൊ എന്താ കാട്ടെ? എങ്ങനെ പോവാ ഈ ഇരുട്ടത്ത്? ഒരു മൊബൈൽ ടോർച്ചും കൂടി നിങ്ങൾ ആരും കയ്യിലും വെച്ചിട്ടില്ല. എന്താ പ്രശ്നം? ഇനിയിപ്പോ കാട്ട ആകെ കുടുങ്ങിയല്ല. വെല്ലം തപ്പി തറഞ്ഞു പോവാ. എങ്ങനെയെങ്കിലും നമ്മളാണ് പോവാൻ നോക്കാം. അവിടെ നിക്ക് ഞാൻ ഇതൊന്നും നോക്കട്ടെ. നോക്കാണ്. വല്ലാത്തൊരു ഇടങ്ങാറല്ല പണ്ടായത്. പറമ്പുള്ള നേരത്തെ പല്ല് കുത്ത വീക്കളില്ലാന്ന് പറഞ്ഞ മാതിരി ഓരോരോ സ്വീപ്പില് ശരിയാവണ കോളേജ് ചേട്ടാ. നമ്മൾ കാര്യം ചെയ്യാം, കുറച്ചു നേരം ഇവിടെ നിന്ന് ഇരിക്കാൻ, എന്നിട്ട് വെല്ലം നമുക്കാണ് പോവാം. ഒക്കെ അവിടെ ഇരുന്നോളി. അത് തിരക്കടില്ല, നമ്മവിടെ ഇരിക്കുക. എന്നാ ആയിക്കോട്ടെ. അല്ല മോലിയാരെ, നമ്മള് പതുക്കെ നടക്കല്ലേ? എനിക്ക് വിശക്കുണ്ട്. ഈ തെങ്ങുമെന്ന് ഇറങ്ങിയിട്ടാലോ? അത് തിരക്കടില്ല. ആരാ കേറിയാ? ഞാൻ കേറിക്കോളാം, മുണ്ടിന്റെ അടിക്കാം. ചക്കല റാമാണ് മോലേര അതിന് കിട്ടൂല. ഞാനൊന്നും അറിയില്ലേ. ഈ കേറുന്നുണ്ട് കുട്ടികളെ ഈ തൂക്കുമ്പോ ഇടല്ലിട്ട് അത് പൊട്ടിച്ചല്ലി. അത് കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. നായ്ക്കന്നെ പൊടി എന്ന് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഇതിലൊന്നുമില്ല കുട്ടികളെ, നായ്ക്കന്നെ പൊടി ചേർന്ന് ഇനി അതാണ് നമ്മളെ പറ്റിക്കുന്നോ ചൊറിഞ്ഞിട്ടിക്കാൻ പറ്റല്ലോ. ആ തള്ള പറ്റിയോ no.